എൻ്റെ പേര് പ്രജിത പ്രജ്വലൻ. എൻ്റെ വീട് ആലപ്പുഴയിലാണ്. അച്ഛനും അമ്മയും ഗവൺമെൻറ് സർവീസാണ്. ഞാനിപ്പോൾ RRB-JEE ക്ലിയർ ചെയ്തിട്ട് നിൽക്കുന്നു. അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട്. റെയിൽവേയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എൻട്രിയുടെ കോച്ചിങ് എടുത്തിട്ടാണ് ഇപ്പോൾ ക്ലിയറായി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതിൽ വളരെ സന്തോഷം. ഞാൻ നേരത്തെ തന്നെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഗവൺമെൻറ് സർവീസാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രഷറും ഉണ്ട്. ഇങ്ങനെ PSCയിൽ അപ്ലൈ ചെയ്ത് ജോലിക്ക് കയറുക, ആ ഒരു പ്രഷറുണ്ട്. പിന്നെ സിവിലിന് നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കൊന്ന് സെറ്റിൽ ആവാനുള്ളൊരു സാലറി ഇനിഷ്യലി നമുക്ക് എന്തായാലും കിട്ടില്ല. അപ്പം എപ്പോഴാണേലും നമുക്ക് സിവിൽ പഠിച്ചിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗവൺമെൻറ് സർവീസിൽ കയറുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗവൺമെൻറ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. റെയിൽവേയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എൻട്രി വഴിയിട്ട് തന്നെയാണ്. ഞാൻ എൻട്രിയിൽ വേറൊരു കോഴ്സിന് വേണ്ടിയിട്ട് എയർപോർട്ട് അതോറിറ്റിയുടെ ATC കോഴ്സിന് വേണ്ടിയിട്ടാണ് എൻക്വയറി ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് മാം വിളിച്ചപ്പം മാമാണ് പറഞ്ഞത് എന്തായാലും BTech അല്ലേ, നമുക്ക് ATCക്ക് പകരം റെയിൽവേയുടെ എക്സാം എന്തായാലും ഉടനെ തന്നെ വിളിക്കും, അതുകൊണ്ട് അതിലേക്ക് ആ കോഴ്സ് എടുക്കുക, അതിൽ തന്നെ ഗോൾഡ് ബാച്ച് എടുക്കുക, അതാണ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് മാമാണ് ഈ കോഴ്സ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ആ സമയത്ത് നമുക്ക് RRBയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടൊന്നുമില്ല. അതിനൊക്കെ ഒരുപാട് നാൾ മുന്നേ ആണ് മാം ഇങ്ങനെ ഞാൻ ഈ കോഴ്സിന് വേണ്ടി എൻക്വയറി ചെയ്തപ്പോൾ മാമാണ് ഈ കോഴ്സ് എടുക്കുക എന്നുള്ള രീതിയിൽ എന്നെ ഡീവിയേറ്റ് ചെയ്ത് ഈ കോഴ്സിലേക്ക് എത്തിക്കുന്നത് എൻട്രിയിൽ തന്നെയാണ്. ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ സിവിലിൻ്റെ ടെക്നിക്കൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ടെക്നിക്കൽ സൈഡ് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എടുക്കാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു നോൺ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു GK എനിക്ക് ഒട്ടുമില്ല, അപ്പം ജനറൽ അവയർനെസ് ഒക്കെ എഴുതാൻ ഉള്ള ഒരു എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ആ നോൺ ടെക്നിക്കൽ പോർഷൻസ് കംപ്ലീറ്റ്ലി ഞാൻ എൻട്രിയുടെ വെച്ച് തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. കാരണം ഇതിനു മുന്നേ ഞാൻ അങ്ങനെ പഠിച്ച എക്സാം എഴുതിയിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ടത് എൻ്റെ മെൻറ്ററെ തന്നെയാണ്. എൻട്രിയിലെ ദിൽഷ മിസ്സായിരുന്നു എൻ്റെ മെൻറ്റർ. അപ്പം മിസ്സാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഞാൻ ചോദിച്ചു കഴിഞ്ഞാലും അപ്പം തന്നെ മിസ്സ് തരുമായിരുന്നു. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മെൻറ്റർ തന്നെയായിരുന്നു. എൻട്രിയിൽ ഏറ്റവും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാവ്യ മിസ്സിൻ്റെയാണ്. കാവ്യ മിസ്സിൻ്റെ ലൈവ് സെഷൻസ് എല്ലാം തന്നെ ഞാൻ മിസ്സാക്കാണ്ട് കാണുമായിരുന്നു. മിസ്സ് ഒരുപാട് ട്രിക്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മിസ്സിൻ്റെ കയ്യിൽ ഒരുപാട് ട്രിക്സ് ഉണ്ട്. മിസ്സ് അതൊക്കെ സമയം പോലെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ആ ട്രിക്സൊക്കെ നമുക്ക് എക്സാംസിൽ പ്രത്യേകിച്ച് നോൺ ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാതെ തന്നെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന രീതിയിലൊക്കെ മിസ്സ് പറഞ്ഞു തരുമായിരുന്നു. അതെന്നെ എക്സാം എഴുതുന്ന സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മോക്ക് എക്സാംസിലൊക്കെ ഞാനത് അപ്ലൈ ചെയ്ത് നോക്കുമായിരുന്നു വർക്കാവുമോ എന്നുള്ളത്. വർക്കാവുമായിരുന്നു. എക്സാംസിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻട്രിയുടെ ഞാൻ ഗോൾഡ് ബാച്ചാണ് എടുത്തത്. നമ്മൾ ഗോൾഡ് ബാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ലൈവ് സെഷൻസും ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ട്. അപ്പം ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെഷൻസിൽ ക്വസ്റ്റ്യൻസ് സോൾവിങ് ആണ് കൂടുതലും. അപ്പം നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, ക്ലാസ്സസ് കണ്ട് മനസ്സിലാക്കി തിയറി പോർഷൻസ് ഒക്കെ പഠിച്ചു വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം സോൾവിങ് സെഷനായിട്ടാണ് ലൈവ് പോകുന്നത്. അപ്പോൾ മിസ്സാണ് പറഞ്ഞത് ലൈവ് ക്ലാസ്സസ് എടുക്കുന്നതാണ് വർക്ക് ചെയ്യുന്നവർക്ക് നല്ലത്. അതെന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്കതൊരു നല്ല കാര്യം തന്നെയായിരുന്നു. കാരണം എത്ര സമയമില്ലെങ്കിലും ഈ ലൈവ് അറ്റൻഡ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി ഇത് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊരു ഗുഡ് തിങ് ആയിരുന്നു. പിന്നെ ഓരോ റെക്കോർഡഡ് വീഡിയോസ് കഴിയുമ്പോഴും ഒരു ചെറിയൊരു ക്വിസ് കാണും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരു ക്വിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റും. നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിച്ചത് എത്രത്തോളം നമുക്ക് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ആ പോർഷനിൽ നിന്ന് ഇങ്ങനെയൊക്കെ ആ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊരു ഐഡിയയിലേക്ക് നമുക്ക് കിട്ടും. പിന്നെ ഈ ചെറിയ ക്വിസസ് അല്ലാണ്ട് സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റൊക്കെ നമുക്ക് ലാസ്റ്റ് എക്സാമിൻ്റെ ആ ടൈമിനോട് അടുപ്പിച്ചപ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം നമ്മുടെ ടൈം മാനേജ്മെൻ്റ് ഒക്കെ നമ്മളെപ്പോഴും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഒരു എക്സാം എൻവയോൺമെൻറ്റിൽ ഇരുന്ന് എഴുതുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് കറക്റ്റായിട്ട് കിട്ടുന്നത്. നമ്മളെ കൊണ്ട് എത്ര ക്വസ്റ്റ്യൻസ് ഈ ടൈം ബൗണ്ടായിട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എക്സാമിന് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നത് നമ്മളെപ്പോഴും ഒരു മോക്ക് ടെസ്റ്റ്
ചെയ്യുമ്പോഴായിരുന്നു. അതും ഒരു വളരെ നല്ലൊരു ഫീച്ചറായിരുന്നു. ബിടെക് കഴിഞ്ഞപ്പോൾ തന്നെ പതിയെ പതിയൊക്കെ പഠിക്കുമായിരുന്നു. എന്നാലും സീരിയസ് ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പോഴാണ് മേ ബി നമ്മുടെ സമയം കറക്റ്റായത് ഇപ്പോഴാകാം. അപ്പം എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വർക്ക് ചെയ്യുവാണ്. എൻ്റെ ടൈം വരുന്നത് 8 to 6 ആണ്. അപ്പം 8 to 6 നമുക്ക് അറിയാമല്ലോ, ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം പൊതുവെ ഞാൻ ചൂസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് രാവിലെയാണ്. രാവിലെ എണീക്കാൻ വളരെ മടിയുള്ള ഒരാളാണ് ഞാൻ. എന്നാൽ പോലും നമ്മൾ രാവിലത്തെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ രാവിലത്തെ ടൈം സ്ലോട്ട് എടുക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം രാവിലെ നമുക്ക് ഒരു അൺഡിവൈഡഡ് അറ്റൻഷൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രോഗ്രാംസ് ഒന്നും വരില്ല രാവിലെ ആകുമ്പോൾ. പക്ഷെ വൈകുന്നേരം നമ്മൾ ഓഫീസിൽ പോയിട്ട് വന്ന് വൈകിട്ട് അല്ലെങ്കിൽ രാത്രി ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിക്കുമ്പം ചില ദിവസം നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ലേറ്റ് ആകും. അപ്പോൾ ലേറ്റായിട്ട് വന്നിട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യാനുള്ളൊരു എനർജി നമുക്ക് കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ വൈകിട്ട് ആകാം, ചിലപ്പോൾ ഫ്രണ്ട്സ് വന്നിട്ട് നമുക്ക് പുറത്തു പോകാം എന്നൊക്കെ പറയുന്നത്. അപ്പം എല്ലാ ദിവസവും നമുക്ക് വൈകുന്നേരം പഠിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് രാവിലെയാണ്. രാവിലെ അപ്പം നമുക്ക് ഇപ്പോൾ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ പഠിക്കാനിരിക്കുകയെങ്കിൽ ബെറ്ററാണ്. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പുതിയതായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നമ്മളെ പുറകിലേക്ക് വലിക്കാൻ ഒരുപാട് റീസൺസ് കാണും. പക്ഷെ നമ്മൾ ഒരിക്കലും അതിൽ വീഴരുത്. നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒരു എക്സാം ഏതാണ് അത് നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പം റെയിൽവേ ആണെങ്കിൽ റെയിൽവേ. ഇപ്പം ഞാൻ റെയിൽവേ ജൂനിയർ എഞ്ചിനീയറാണ് ക്രാക്ക് ചെയ്തേക്കുന്നത്. ഇപ്പം ജൂനിയർ എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ട്, ഈ ടൈമിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ അത്, അല്ലെങ്കിൽ PWD-AE ആണ്, ഓവർസിയർ എക്സാമാണ്. അപ്പം നമുക്ക് ഏത് എക്സാമാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ എടുക്കുക, സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. എന്നിട്ട് അതിൻ്റെ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുക. സിലബസ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെ നോക്കുക. പിന്നെ നമ്മൾ കോച്ചിങ് എടുക്കാതിരിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. നമുക്ക് ടൈമുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ് എടുക്കാം, ഓൺലൈൻ കോച്ചിങ് ആണ് താല്പര്യം, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നതാണ് താല്പര്യം എന്നുള്ളവർക്ക് ഓൺലൈൻ കോച്ചിങ് എടുക്കാം. അതെല്ലാം നമുക്ക് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കുക. പിന്നെ എക്സാം പ്രിപ്പയർ ചെയ്ത് ഒരു പ്രാവശ്യം ഒരു എക്സാം എഴുതി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചുറ്റിനുള്ളവരൊക്കെ പറയും നിനക്ക് വേറെ പണിയൊന്നും ഇല്ല, എക്സാം എഴുതുന്ന എന്തിനാ, ഇങ്ങനെയൊക്കെ പറയുമായിരിക്കാം. അല്ലെങ്കിൽ ബാക്കി ഫ്രണ്ട്സൊക്കെ പ്രൈവറ്റിൽ ജോബിന് പോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം എക്സാം കിട്ടിക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബിൽ ആയിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ലൈഫ് ഈസ് സോ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പ്രിപ്പയർ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ ഗോൾ എന്ന് റീച്ച് ആവുന്നു അതുവരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പം എൻട്രിയുടെ മീറ്റപ്പ് വെച്ചിരുന്നു ഇതിന് മുന്നേ ആയിട്ട്. അന്നപ്പം ഞാനും ഇതുപോലെ എക്സാം ക്ലിയർ ആയി. അപ്പോൾ സന്തോഷിച്ചാണ് ഞാൻ അവിടെ ചെന്നത്. അപ്പോഴും അവിടെ മിസ്സും സാറും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്നാണ്. നമുക്ക് എപ്പോഴും നമ്മളിപ്പം എക്സാം എഴുതി ക്ലിയർ ആയെന്ന് വെച്ചാൽ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുതെന്നാണ് നമ്മുടെ സാറുമാരൊക്കെ പറഞ്ഞത്. ഇനിയും പഠിക്കുക, അടുത്ത അതിലും വലിയ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പം നമ്മൾ ഒരിക്കലും നമുക്ക് ഒരു ലോസിലേക്കല്ല, എപ്പോഴും നമുക്കതൊരു അപ്പർ ഹാൻഡ് തന്നെയായിരിക്കും, പ്രത്യേകിച്ച് ടെക്നിക്കൽ എക്സാമിന്. കാരണം നമ്മൾ ബിടെക്കിന് പഠിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടും പഠിക്കുന്നത്, കുറച്ചുകൂടെ ഡെപ്തിൽ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ബിടെക്ക് പാസ് ഔട്ട് ആയവരുണ്ടാവാം, അല്ലെങ്കിൽ കാണുന്നവർ ഒത്തിരി പേരുണ്ടാവാം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നാണെങ്കിലും നമ്മുടെ ആ വിജയം നമ്മളെ തേടി തന്നെ എത്തിയിരിക്കും. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നന്നായിട്ട് തന്നെ ഇനിയും പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും അവരവർ വിചാരിക്കുന്ന ആ ഒരു ഗോളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.